ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗീതുസ് കിച്ചൻ. അപ്പം ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബാർബിക്യൂ ആണ്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലെ മസാലകളൊക്കെ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെ നോട്ടിഫിക്കേഷനായി ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 ചിക്കനാണ്. 10 പീസ് വരുന്ന രീതിയിൽ നുറുക്കിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നുറുക്കിയെടുക്കാം. ഫുള്ളായിട്ട് വെച്ച് ഗ്രില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ആകാം. ഇനി നമുക്ക് ഈ പീസസ് ഒന്ന് വരഞ്ഞെടുക്കണം. നല്ല ഉള്ളിലോട്ട് ആഴ്ന്ന് വേണം വരഞ്ഞെടുക്കാനായിട്ട്, എന്നാലേ നമ്മുടെ മസാലയൊക്കെ അകത്തോട്ട് കയറുള്ളൂ. അപ്പോൾ ഞാനിവിടെ വരഞ്ഞെടുത്ത ചിക്കൻ ഒന്ന് ചതച്ചുകൂടി എടുക്കുന്നുണ്ട്. ഒരു ചെറിയ ഇടികല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചുകൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ചിക്കനൊക്കെ വരങ്ങി നല്ലതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 കപ്പ് തൈര്, ഒട്ടും വെള്ളമില്ലാതെ അരിപ്പയിൽ അരിച്ചെടുത്ത കട്ട തൈര്, 2 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി. ഇത്രയും ഇട്ട് ആദ്യം നമുക്ക് ഒന്ന് മിക്സ് ചെയ്യണം. നമ്മൾ എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യുന്നില്ല, കാശ്മീരി ചില്ലി പൗഡറാണ് ഇടുന്നത്. ഇനി അതിനുശേഷം ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതൊന്ന് കൂട്ടി തിരുമ്മിയതിന് ശേഷം 2 ചെറുനാരങ്ങയുടെ നീര് ഞാനിവിടെ പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇത്രയും സാധനങ്ങൾ നമ്മളുടെ ചിക്കനിലേക്ക് നല്ലതുപോലെ കൂട്ടിത്തിരുമ്മി മസാലയൊക്കെ നമ്മളുടെ വരങ്ങിയതിൻ്റെ അകത്തോട്ട് കയറുന്ന രീതിയിൽ കൂട്ടിത്തിരുമ്മി മാരിനേറ്റ് ചെയ്യാൻ വെക്കണം. ഞാനിവിടെ നല്ലതുപോലെ മസാലയൊക്കെ കൂട്ടി തിരുമ്മിയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ്റെ പീസിൻ്റെ അകത്തോട്ടൊക്കെ നല്ലോണം കയറുന്ന രീതിയിൽ തിരുമ്മിയെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു പീസ് നിങ്ങളെ എടുത്ത് കാണിക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ പുരട്ടിയെടുത്ത ചിക്കൻ കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഒരു 5-8 മണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളുടെ ചിക്കന് ടേസ്റ്റ് കൂടുകയുള്ളൂ. പക്ഷേ ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അപ്പോൾ ഗ്രില്ല് ചെയ്യുന്നതിന് ഒരു 1/2 മണിക്കൂർ മുമ്പ് പുറത്തെടുത്ത് വെച്ച് തണുപ്പ് കളഞ്ഞതിന് ശേഷം വേണം ഗ്രില്ല് ചെയ്യാൻ. ഞാനിവിടെ അടപ്പ് കൂട്ടിയാണ് ഗ്രില്ല് ചെയ്യുന്നത്. അതിനായി ഞാനിവിടെ കുറച്ച് കനലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കനൽ കത്തിക്കുന്നത് കർപ്പൂരം വെച്ചിട്ടാണ്. മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ നമ്മുടെ ചിക്കനൊക്കെ മണ്ണെണ്ണയുടെ ടേസ്റ്റൊക്കെ വരും. അപ്പോൾ നമ്മുടെ കനലിന് തീ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കനലൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഗ്രില്ലിലേക്ക് പിറക്കി വെച്ച് കനലിൻ്റെ പുറത്തോട്ട് വെച്ച് കൊടുക്കാം. ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ്റെ പൊക്കത്ത് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സവാളയും തക്കാളിയും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ബ്രിഞ്ചാളോ അല്ലെങ്കിൽ ക്യാപ്സിക്കോ ഒക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് തൂകിയതിന് ശേഷം ബട്ടർ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വശവും തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നമുക്ക് നല്ലതുപോലെ വേവിച്ച് വേണം എടുക്കാനായിട്ട്. നമ്മുടെ ചിക്കനും വെജിറ്റബിൾസൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബാർബിക്യൂ ഏകദേശം റെഡിയായി വരുന്നുണ്ട്. ബാർബിക്യൂ ഏകദേശം റെഡിയായി കഴിഞ്ഞു. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം വെജിറ്റബിൾസൊക്കെ നമുക്കൊന്ന് സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ സൈഡിലായിട്ട് നമുക്ക് നമ്മളുടെ ബാർബിക്യൂ ചിക്കൻ വെച്ച് കൊടുക്കാം.
ഞാനിവിടെ ഇത് സെർവ് ചെയ്യുന്നത് പിക്കിൾഡ് വെജിറ്റബിൾസിൻ്റെയും റെഡ് ചട്നിയുടെയും മയോണൈസിൻ്റെയും ഒപ്പമാണ്. അപ്പോൾ മയോണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവർക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾക്ക് കനൽ കൂട്ടണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പാനിൽ അല്പം ബട്ടർ ഒഴിച്ചും ഇതുപോലെ ഗ്രില്ല് ചെയ്തെടുക്കാം. പിന്നെ ഒരു സ്മോക്കി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം ഒരു കുഞ്ഞി കഷ്ണം കൽക്കരി നല്ലതുപോലെ പഴുപ്പിച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ ഒരു സ്മോക്കി സ്മെല്ലും ടേസ്റ്റൊക്കെ വരും. അപ്പോൾ ഇതിന് വേണ്ട പിക്കിൾഡ് വെജിറ്റബിൾസും റെഡ് ചട്നിയും മയോണൈസൊക്കെ ഞാനിവിടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്തതാണ്. നമ്മുടെ ചിക്കൻ്റെ അകത്തുനിന്ന് ഒരു കുഞ്ഞി പീസ് എടുത്ത് നമ്മളുടെ റെഡ് ചട്നിയിലും മയോണൈസിലൊക്കെ മുക്കി നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാം. ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.